ഹൈറിച്ച് മണി ചെയിൻ പദ്ധതിയിലൂടെ 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി പോലീസ് റിപ്പോർട്ട്. ചെയർപേഴ്സൺ ശ്രീലാലൻ എസ് തൃശൂർ ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. സാങ്കേതിക വശങ്ങൾ ഉൾപ്പെട്ടതിനാൽ അന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പാണ് ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പെന്നാണ് പോലീസ് കോടതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അനശ്വര ട്രേഡേഴ്സിന്റെ ഗ്രോസറി വ്യാപാരത്തിലേക്കെന്ന പേരിലാണ് ആദ്യം ഡെപ്പോസിറ്റ് സ്വീകരിച്ചത്. പിന്നീട് ക്രിപ്റ്റോ കറൻസി, OTT തുടങ്ങിയ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പണം ശേഖരിക്കുകയായിരുന്നു. ഉപഭോക്താക്കളുടേതായി 1,63,000 ഐഡികളാണ് ഹൈറിച്ചിനുള്ളത്. ഇതിൽ നിന്നായി 1,630 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാമെന്ന വിലയിരുത്തലിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നത്. തൃശൂർ ചേർപ്പ് സ്വദേശി KD പ്രതാപനാണ് ഹൈറിച്ചിന്റെ MD. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. കമ്പനിക്ക് കേരളത്തിലാകെ 78 ശാഖകളും ഇന്ത്യയിലാകെ 680 ശാഖകളുമുണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിലുണ്ട്. ക്രിപ്റ്റോ കറൻസി വ്യാപാരം 80 വിദേശ രാജ്യങ്ങളിൽ നടത്തുന്നുണ്ട്. 12 ലക്ഷം പേരാണ് ഹൈറിച്ചിന്റെ OTTയിലുള്ളത്. നിരവധി സാങ്കേതിക കാര്യങ്ങളുള്ളതിനാൽ സാങ്കേതിക സഹായവും അന്വേഷണത്തിന് കൂടുതൽ സമയവും വേണമെന്ന് ചേർപ്പ് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കുന്നതാകും നല്ലതെന്ന സൂചനയും പോലീസ് റിപ്പോർട്ടിലുണ്ട്. തട്ടിയെടുത്ത പണം സംബന്ധിച്ചുള്ള പോലീസിന്റെ നിഗമനം ഒരു കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതിൽ കുറവായാലും കൂടുതലായാലും കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിലൊന്നാണ് ഹൈറിച്ച് എന്നതിൽ സംശയമില്ല. ഇതിൽ തുടരന്വേഷണം എങ്ങനെ സാധ്യമാകും? തട്ടിയെടുത്ത പണം എങ്ങനെ തിരികെ പിടിക്കാൻ കഴിയും? ഇതാണ് പോലീസിന് മുന്നിലെ വെല്ലുവിളി. മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, കോഴിക്കോട്.